തൃശൂർ കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണം ഏറ്റവും പരാജയപ്പെട്ട കാലഘട്ടമാണിതെന്നും മാലിന്യ സംസ്കരണ പ്ലാന്റുകളൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കൌൺസിലിൽ യോഗത്തിൽ ആരോപിച്ചു. അടിയന്തര കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കോർപ്പറേഷന്റെ പുല്ലുവെട്ടി യന്ത്രങ്ങളെല്ലാം തകരാറിലായതിനാൽ ഡിവിഷനുകളിലെല്ലാം മാസങ്ങളായി കാടുപിടിച്ചു കിടക്കുകയാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തോട് യോജിക്കുന്നുണ്ടെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. ഹെൽത്ത് സൂപ്രണ്ടാണ് ഇതിൽ കുറ്റക്കാരനെന്നും അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കണമെന്നും മേയർ പറഞ്ഞു. കോർപ്പറേഷനിലെ 55 ഡിവിഷനുകളിലെയും പ്രവർത്തികൾക്ക് നിലവിൽ ഒരു ഹിറ്റാച്ചിയും ഒരു JCBയും മാത്രമാണുള്ളത്. അടിയന്തരമായി ഒരു JCBയും ഒരു ഹിറ്റാച്ചിയും കൂടി ആവശ്യമുണ്ടെന്നും മേയർ പറഞ്ഞു. അംഗനവാടികൾക്കുള്ള വൈദ്യുതി ചാർജ്, വാട്ടർ ചാർജ്, വാടക എന്നിവയുടെ കുടിശ്ശിക തുച്ഛമായ ശമ്പളമുള്ള ടീച്ചർമാർ നൽകേണ്ട സാഹചര്യമാണെന്ന് കൌൺസിലർ രാമനാഥൻ ആരോപിച്ചു. പറവട്ടാനിയിലെ കോർപ്പറേഷന്റെ സോണൽ ഓഫീസിൽ നിന്നും ചെമ്പ് കമ്പികൾ മോഷണം പോയ സംഭവത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഇതുവരെ എന്തു ചെയ്തുവെന്നും ജോൺ ഡാനിയൽ ചോദിച്ചു. EMS ഫ്ളാറ്റിൽ താമസിക്കുന്നവരുടെ കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നും ഡാനിയൽ പറഞ്ഞു. മോഷണ കേസിൽ ഇതുവരെ കുറ്റക്കാരനെ കിട്ടിയിട്ടില്ലെന്നും 50 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും EMS ഫ്ളാറ്റിന്റെ കാര്യത്തിൽ സൂപ്രണ്ട് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. അതേസമയം പറവട്ടാനിയിലെ ഓഫീസിലെ 1-ാം നിലയിൽ നിന്ന് പൂട്ടു തുറക്കാതെ 11 ടൺ ചെമ്പ് മോഷണത്തിൽ കള്ളൻ കപ്പലിൽ തന്നെയാണെന്നും അതുകൊണ്ടാണ് LDF ഭരണസമിതി ഇരുട്ടിൽ തപ്പുന്നതെന്നും രാജൻ പല്ലൻ ആരോപിച്ചു. ചെമ്പ് കമ്പി മാത്രമല്ല 7 ബാറ്ററി മോഷണം പോയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും EV സുനിരാജ് പറഞ്ഞു. ജയപ്രകാശ് പൂവത്തിങ്കൽ, വർഗീസ് കണ്ടംകുളത്തി, സിന്ധു ആൻഡോ ചാക്കോള, മുകേഷ് കൂളപ്പറമ്പിൽ, CP പോളി, പൂർണിമ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.